എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ എന്ത് ദുരന്തമുണ്ടായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സംഭാവനകൾ ചെയ്യാറുള്ളത്. ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആർക്കൊക്കെ സഹായങ്ങൾ ലഭിക്കും എന്ന് നിങ്ങൾക്കറിയുമോ? എന്നാൽ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് ഇതിന് അർഹരാണ് എങ്കിൽ അവർക്ക് ഈ ഒരു സഹായം ലഭിക്കാൻ ആർക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഗുരുതര രോഗമുള്ളവരും 2 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. ഒരു വ്യക്തിക്ക് ഒറ്റത്തവണ മാത്രമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതേസമയം ക്യാൻസർ രോഗികൾ, വൃക്ക രോഗികൾ എന്നിവർക്ക് 2 വർഷത്തിന് ശേഷം വീണ്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന് ആവശ്യമുള്ള രേഖകൾ 6 മാസത്തിനുള്ളിൽ ലഭിച്ചിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, മേൽവിലാസം തെളിയിക്കുന്ന മറ്റൊരു രേഖ, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവയാണ് വേണ്ടത്. ഇനി എന്തെങ്കിലും അപകടത്തിൽ മരിച്ച ആളുടെ ആശ്രിതർക്കും പദ്ധതിയിലേക്ക് സഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അങ്ങനെയുള്ളവരാണ് എങ്കിൽ മുൻ പറഞ്ഞ രേഖകൾക്ക് പുറമെ മരണ സർട്ടിഫിക്കറ്റ്, FIRന്റെ കോപ്പി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ കൂടി അപേക്ഷയോടൊപ്പം വെക്കണം. ഇതാണ് ചികിത്സാ അപകടത്തിൽ ആരെങ്കിലും മരിച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ട രേഖകൾ. www.cmo.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ വെബ്സൈറ്റിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളോ മുഖേന അപേക്ഷ സമർപ്പിക്കാം. കൂടാതെ MLA, MP എന്നിവരുടെ ഓഫീസ് മുഖേനയും മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഓഫീസിലേക്ക് തപാൽ മുഖാന്തരവും ഇത്തരം അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ പരിശോധിച്ച് രേഖകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ചുമതല വില്ലേജ് ഓഫീസർക്കാണ്. ആവശ്യമായ രേഖകൾ ഇല്ല എങ്കിൽ അപേക്ഷകനെ വില്ലേജ് ഓഫീസർ ഈ വിവരം അറിയിച്ച് ആവശ്യമായ രേഖകൾ എത്തിക്കാൻ പറയും. അപേക്ഷ സമയത്ത് നമ്മൾ നൽകിയിട്ടുള്ള മൊബൈൽ ഫോണിലേക്കാണ് ആ വിവരങ്ങൾ എത്തുക. അതുകൊണ്ട് മൊബൈൽ ഫോൺ നമ്പർ നിർബന്ധമാണ്. ആവശ്യമായിട്ടുള്ള രേഖകൾ ഇല്ല എങ്കിൽ അപേക്ഷ വില്ലേജ് ഓഫീസർ മാറ്റിവെക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് അപേക്ഷകനെ വിവരം SMS മുഖാന്തരം അറിയിക്കുന്നതാണ്. തീപിടുത്തങ്ങളിൽ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ നശിച്ചാലും മറ്റ് ദുരന്തങ്ങളിലൂടെ വള്ളം, ബോട്ട്, തോണി, വല എന്നിവ നശിച്ചാലും ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാം. ഇതിന് കളക്ടറുടെ ശുപാർശ വേണം എന്നുള്ളതാണ്. ഇതോടൊപ്പം ആധാർ കാർഡ്, മേൽവിലാസം തെളിയിക്കുന്ന രേഖ, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മൊബൈൽ നമ്പർ നിർബന്ധമാണ്. അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ടാണ് ലഭിക്കുക. മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.